So we are moving to the next set of questions of our exercise 3.4, and the first question is solve the following pair of linear equations by the elimination method and the substitution method. അപ്പോൾ നമ്മൾ 3.3 എന്ന് പറയുന്ന എക്സസൈസിൽ ഏത് മാത്രമാണ് ചെയ്തത്? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇങ്ങനെ സോൾവ് ചെയ്യുന്നതാണ് ചെയ്തത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് എലിമിനേഷൻ മെത്തേഡിലൂടെയും സോൾവ് ചെയ്യണം, അത് കൂടാതെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെയും സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഫസ്റ്റ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഇങ്ങനെയാണ്: x plus y is equal to 5 and 2x minus 3y is equal to 4. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ എന്നും ഇതിനെ സെക്കൻഡ് ഇക്വേഷൻ എന്നും പറഞ്ഞിട്ട് എടുക്കണം. അപ്പൊ എലിമിനേഷൻ മെത്തേഡിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ രണ്ട് ലീനിയർ ഇക്വേഷന്റെയും ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് എന്താക്കണം? ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് രണ്ട് ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേസ് വരും. ചിലപ്പോൾ ഒരു ഇക്വേഷനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മറ്റേ ഇക്വേഷന്റെ ഏതെങ്കിലും ഒരു ടേമുമായിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നോക്കുമ്പോൾ x plus y is equal to 5, ഇവിടെ 2x minus 3y is equal to 4 ആണ്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ ഈ മുകളിലത്തെ ഇക്വേഷനെ ഒന്നെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇതാ ഇവിടെ 2x എന്ന് പറഞ്ഞ ടേം ആവും. അപ്പൊ ഈ രണ്ട് ടേംസും ഈക്വൽ ആവും. അല്ലാന്നുണ്ടെങ്കിൽ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ 3y എന്ന് പറഞ്ഞൊരു ടേം കിട്ടും. അത് രണ്ടുപേരും ഈക്വൽ ആയിട്ട് മാറും. ഓക്കെ, അതിനുശേഷം മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഇക്വേഷനെ എന്ത് ചെയ്യുന്നു? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ എഴുതുക, അതാ 2 into ഇക്വേഷൻ 1. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്തായിട്ട് മാറും? 2x plus 2y is equal to 5 into 2 is equal to എത്രയാണ്? 10. And I am going to name this as the equation number 3. ഇനി എന്ത് ചെയ്യാ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ എനിക്ക് 2x plus 2y is equal to 10. ഇവിടെ എന്താണ്? 2x minus 3y is equal to 4. അപ്പൊ ഞാൻ അതിനെയും കൂടെ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതുകയാണേ. minus 3y is equal to 4. ഓക്കെ, ആൻഡ് എന്നിട്ട് ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ എന്താണ്? ഇതിൽ നിന്നും ഇതിനെ കുറയ്ക്കാൻ പോവുകയാണ്. അതായത് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ സൈഡിൽ കാണിക്കുക. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ 2x ൽ നിന്നും 2x പോകുമ്പോൾ എത്രയാണ്? 0. ഓക്കെ, അതാണ് നമ്മുടെ മെത്തേഡിന്റെ പേര്, എലിമിനേഷൻ. വി ഹാവ് ടു എലിമിനേറ്റ് എനി വൺ ഓഫ് ദി വേരിയബിൾ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? 2x ൽ നിന്നും 2x പോയി. സോ വി ഹാവ് എലിമിനേറ്റഡ് ദ ടേം 2x. ഇനി നമുക്ക് ആരാണുള്ളത്? 2y. ഓക്കെ, 2y മൈനസ് ഓഫ് മൈനസ് 3y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5y ആണ്. ഓക്കെ, ഈസ് ഈക്വൽ ടു ഇനി 10 മൈനസ് 4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 ആണ്. സോ നമുക്ക് y ഈസ് ഈക്വൽ ടു എത്ര എന്ന് കിട്ടും? 6/5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? അപ്പൊ വൈയുടെ വാല്യൂ നമുക്ക് 6/5 കിട്ടി. ഇനി ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് വൈയുടെ വാല്യൂ. ഞാൻ എവിടെ ചെയ്യുന്നു? ഫ്രം ഫസ്റ്റ് ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫ്രം 1. അപ്പൊ x plus y is equal to 5 ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: x plus 6/5 is equal to 5 എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. അപ്പൊ ഇതിനെ എനിക്ക് എങ്ങനെ മാറ്റാം? 5x plus 6 is equal to എത്ര എഴുതാം? ഈ 5 ഇവിടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 25. ഓക്കെ, അപ്പൊ 5x is equal to 25 minus 6. ഓക്കെ, അപ്പൊ എത്രയാണ് കിട്ടുന്നത്? x is equal to 25 ൽ നിന്നും 6 പോയാൽ എത്ര കിട്ടും? 19. സോ 19 divided by 5. അപ്പൊ നമ്മുടെ എക്സിന്റെ വാല്യൂ എത്രയാണ്? 19 divided by 5 ഉം വൈയുടെ വാല്യൂ എത്രയാണ് കിട്ടുന്നത്? 6/5 ആണ്. അപ്പൊ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്തത്. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലേക്ക് പോകാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എങ്ങനെയാണ്? നമുക്ക് രണ്ട് പെയർ ഓഫ് ലീനിയർ നമുക്ക് ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ഉണ്ട്. x plus y is equal to 5 and 2x minus 3y is equal to 4. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും ഫ്രം 1. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒന്ന് ഹെഡിങ് കൊടുക്കാം, എന്നിട്ട് ചെയ്യാം. അപ്പൊ ഫ്രം 1 എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഞാൻ എക്സിനെ ഇൻ ടേംസ് ഓഫ് y എടുക്കാൻ പോവുകയാണേ. അപ്പൊ x is equal to 5 minus y എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം അപ്പൊ ഞാൻ ഇപ്പോൾ ഓൾറെഡി 3 വരെയുള്ള ഇക്വേഷൻസ് ഇവിടെ എടുത്തിട്ടുണ്ടായതുകൊണ്ട് ഈ ഇക്വേഷനെ ഞാൻ എന്തെന്ന് എടുക്കുകയാണ്? 4 എന്ന് എടുക്കുകയാണ്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാം. അതായത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് എന്ന് പറഞ്ഞ ഹെഡിങ് കൊടുത്തതിന് ശേഷം ഈ രണ്ട് ലീനിയർ ഇക്വേഷൻസ് എഴുതി അതിനെ 1, 2 എന്ന് നമ്പർ ഇട്ടതിന് ശേഷം പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഇതിനെ 3 ആയിട്ട് എടുത്തത്. ഇതിപ്പോൾ ഒന്നിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിന് 4 എന്ന് പറഞ്ഞ നമ്പർ എടുത്തത്. ഓക്കെ, ഈ ഇക്വേഷന് 4 എന്ന് പറയുന്ന നമ്പർ എടുത്തത്. അപ്പൊ x is equal to 5 minus y എന്ന് കിട്ടി. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 എവിടെയാണ്? ഇൻ രണ്ടാമത്തെ ഇക്വേഷനിൽ. ഓക്കെ, ഇൻ 2. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ കിട്ടും?
2 into എക്സിന് പകരം ആരെ കൊടുക്കുക 5 മൈനസ് y മൈനസ് 3y is equal to 4 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോ 2 into 5 എത്രയാണ് 10 മൈനസ് 2 into y is equal to minus 2y. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ആരുണ്ടോ മൈനസ് 3y is equal to 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദാറ്റ് മീൻസ് 10 മൈനസ് 5y is equal to 4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മൈനസ് 5y is equal to 4 minus 10. 4 minus 10 is equal to minus 6. That means y is equal to minus 6 divided by minus 5 is equal to എത്രയാണ് 6/5. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെ കിട്ടിയ വൈയുടെ വാല്യൂ ആയ 6/5. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, ഈ വാല്യൂവിനെ എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഞാൻ ഇവിടെ 4ലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഫ്രം 4 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, x ഈസ് ഈക്വൽ ടു 5 മൈനസ് 5. അപ്പൊ 5 മൈനസ് 6/5 ഈസ് ഈക്വൽ ടു ഇതാണ് എങ്ങനെ ചെയ്യുന്ന 5 into 5 എത്രയാണ് 25. ഓക്കെ, 25 മൈനസ് കൊടുക്കുക. ഇവിടെ ആരാണ് നമുക്ക് ഇങ്ങനെ 1 into 6 ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 1 into 5 ഈസ് ഈക്വൽ ടു 5 ഈസ് ഈക്വൽ ടു 25 മൈനസ് 6 ഈസ് ഈക്വൽ ടു 19 and 19 ഡിവൈഡഡ് ബൈ 5 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഒരേ പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ രണ്ട് മെത്തേഡിലൂടെയും ചെയ്ത് കാണിച്ചിട്ടുണ്ട്. രണ്ടിലും നമുക്ക് കിട്ടിയ എന്താണ് സോൾവ് ചെയ്തപ്പോൾ കിട്ടിയ എക്സ് ആൻഡ് വൈയുടെ വാല്യൂസ് സെയിം തന്നെയാണ്. ഓക്കെ, നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെറ്റ് ഓഫ് ലീനിയർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ. 3x plus 4y is equal to 10 and ഈ ഒരു ഇക്വേഷനെ ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ എന്നും 2x minus 2y is equal to 2 എന്ന് പറയുന്ന ഇക്വേഷനെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്താണ്, എലിമിനേഷൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ എലിമിനേഷൻ മെത്തേഡിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഈ രണ്ട് ലീനിയർ ഇക്വേഷനെ കമ്പയർ ചെയ്യുന്നു. ഏതെങ്കിലും ഒരു ടേമിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റിനെ നമുക്ക് എന്താക്കി മാറ്റണം, സെയിം ആക്കി മാറ്റാൻ പറ്റുമോ നോക്കുക. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ അതാണ് ഇവിടെ 3 ഉണ്ട്. നമുക്ക് ഇതിനെ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ, ഇപ്പൊ 3 ഞാൻ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും ഞാൻ ഏതെങ്കിലും നമ്പേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ ഒരു ഫുൾ ഇക്വേഷനെ ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ 6x എന്ന് കിട്ടും. ഈ ഒരു ഫുൾ ഇക്വേഷൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ 6x എന്ന് കിട്ടും. അങ്ങനെ കിട്ടും. അപ്പൊ ഞാൻ അതേപോലെ വൈയുടെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വൈക്ക് ഇവിടെ 4 ആണ്, ഇവിടെ 2 ആണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഒറ്റ ഇക്വേഷനെ ഞാൻ 2 എന്ന് പറഞ്ഞ വേരിയബിൾ കൊണ്ട് കോൺസ്റ്റന്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് 4y ആയിട്ട് മാറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് പോകത്തക്ക രീതിയിൽ കിട്ടും. അപ്പൊ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൾട്ടിപ്ലൈയിങ് 2 into ഓക്കെ, ഇക്വേഷൻ നമ്പർ 2നെ 2 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എങ്ങനെയാണ് 4x minus 4y is equal to 4. ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, എന്റെ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടല്ലോ അതിനെ ഇതിന്റെ ജസ്റ്റ് താഴെയായിട്ടൊന്ന് എടുത്തെഴുതുന്നു. 3x plus 4y is equal to 10. ഓക്കെ, ആൻഡ് ഇനി ഞാൻ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ സ്ട്രൈറ്റ് ആയിട്ട് ആഡ് ചെയ്താൽ മതി. ഓക്കെ, കാരണം മൈനസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ഇവിടെ മൈനസ് ഓഫ് 4y എന്ന് പറഞ്ഞു വരും. അപ്പോഴത്തേക്ക് നമുക്ക് അത് രണ്ടോടെ ആഡ് ആയിട്ടേ പോത്തോളൂ. അപ്പൊ ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൈനസ് ഇവിടുത്തെ പ്ലസും ക്യാൻസൽ ആയി പോകും. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, അപ്പൊ എഴുതുക ഇക്വേഷൻ നമ്പർ 3 പ്ലസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ഈസ് ഈക്വൽ ടു 4x plus 3x is equal to 7x. ഇവിടെ എന്താണ് ക്യാൻസൽ ആയി പോകും, 0y ആയിട്ട് മാറും. 4 plus 10 is equal to എത്രയാണ് 14, which means x is equal to 14 divided by 7 which is equal to 2. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ഫ്രം 2 രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 2x minus 2y is equal to 2. അപ്പൊ ഞാൻ എക്സിന് പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2 into 2 is equal to 4 minus 2y is equal to 2 എന്നാണ് കിട്ടുന്നത്. That means minus 2y is equal to 2 minus 4 is equal to minus 2, which means y is equal to minus 2 divided by minus 2 is equal to എത്രയാണ് 1. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ 2ഉം വൈയുടെ വാല്യൂ 1ഉം ആണ് നമുക്ക് കിട്ടുന്നത് ബൈ എലിമിനേഷൻ മെത്തേഡ്. ഇനി അടുത്ത നമ്മൾ ആരാണ് നോക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ആണ്. ഓക്കെ, SM. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ ഉണ്ട്, സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ഓക്കെ ഫ്രം 1 എക്സിന് ഇൻ ടേംസ് ഓഫ് y. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്, x is equal to എങ്ങനെ എഴുതാം 10 minus 4y divided by 3. ഓക്കെ, 10 minus 4y divided by 3. ഓക്കെ, അപ്പൊ ഈ ഒരു ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇൻ ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇതിനെ 4 എന്ന് പറഞ്ഞിട്ട് എടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 ഇൻ എവിടെയാണ്, രണ്ടാമത്തെ ഇക്വേഷനിൽ 2. രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെയാണ്, 2x minus 2y is equal to 2. അപ്പൊ 2 into എക്സിന് പകരം ആരെ കൊടുക്കുക, 10 minus 4y divided by 3. ഓക്കെ,
ഇനി അടുത്തത് -2y ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇതിനെ സോൾവ് ചെയ്തെടുത്താൽ മതിയാകും. അപ്പൊ ഇവിടെ നോക്കാം, 2 × 10 ഈസ് ഈക്വൽ ടു 20 -2 × 4 ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ മൈനസ് അതേപോലെ കൊടുത്തു 8y. ഇനി നമുക്ക് ആരാണ് ഇവിടെ ഒരു -2y ഉണ്ട്, അത് അതേപോലെ നിൽക്കുന്നു. ഇവിടെ നമുക്കൊരു /3 ഉണ്ട് ഈസ് ഈക്വൽ ടു 2. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ എനിക്ക് എങ്ങനെ പറയാം, 2y / 1 എന്ന് പറയാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ഒരു ഫുൾ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 20 - 8y എത്രയാണ്, 20 - 8y. മൈനസ് സൈൻ അതേപോലെ കൊടുക്കുക. 3 × 2y എത്രയാണ്, 6y. ഓക്കെ, ഡിവൈഡഡ് ബൈ 3 × 1 എത്രയാണ്, 3 ആണ്. അതിനെ എന്തായാലും നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകണം, അതുകൊണ്ട് ഞാൻ അതിനെ ഓൾറെഡി ഇപ്പോഴേ കൊണ്ടുപോവുകയാണ്. ഈസ് ഈക്വൽ ടു 3 × 2 ഈസ് ഈക്വൽ ടു 6. അപ്പം -8y - 6y. അതേപോലെ ഇവിടെ 20 ഉണ്ട്, അപ്പൊ 20 ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. എന്താണ് 6 - 20 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ മൈനസ് ആണ്, ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൂട്ടിയിട്ട് അതേ സൈൻ ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം 8 + 6 ഈസ് ഈക്വൽ ടു എത്രയാണ്, 14. അപ്പം -14y ഓക്കെ ഈസ് ഈക്വൽ ടു 6 ഉണ്ട്. ഇവിടെ ഈ ഒരു 20 അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും, -14. 6 - 20 ഈസ് ഈക്വൽ ടു -14. അപ്പൊ y ഈസ് ഈക്വൽ ടു -14 ഡിവൈഡഡ് ബൈ -14 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ നമുക്ക് y യുടെ വാല്യൂ 1 കിട്ടി. ഇവിടെ നമുക്ക് കിട്ടിയ y യുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എവിടെയാണ്, ഫ്രം 4 x ഈസ് ഈക്വൽ ടു എത്ര കിട്ടും, 10 - 4y. അപ്പൊ 10 - 4 × 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 ആണ്. അപ്പൊ 10 - 4 ഈസ് ഈക്വൽ ടു എത്രയാണ്, 6. 6 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പൊ ഈ ഒരു പെയർ ഓഫ് ലീനിയർ ഇക്വേഷനെ നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്തപ്പോൾ കിട്ടിയ x വാല്യൂ എത്രയാണ്, 2 ആൻഡ് y വാല്യൂ എത്രയാണ്, 1. Okay, so 2, 1 is the solution of the given pair of linear equations in two variables. So this is our third pair of linear equation. 3x - 5y - 4 is equal to 0 and 9x is equal to 2y plus 7. Okay, അപ്പോൾ ഇതിനെ ഞാൻ എനിക്ക് എന്താണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യത്തക്ക രീതിയിലേക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുകയാണ്. എങ്ങനെ എഴുതുന്നു, 3x - 5y is equal to 4 എന്നുള്ള രീതിയിൽ ആൻഡ് ടേക്കിംഗ് ദിസ് ആസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 9x - 2y is equal to 7 and taking this as the second equation. Okay, രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എടുത്തു. ഇനി ഞാൻ നോക്കാം, എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സാധ്യതകൾ നോക്കാം, ഏതെങ്കിലും ടേംസിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നു. ഇപ്പൊ ഞാൻ ഇവിടെ 3x ഉണ്ട്, ഇവിടെ 9x ഉണ്ട്. അപ്പൊ ഞാൻ ഈ 3x ഉള്ള ആ ഒരു പർട്ടിക്കുലർ ഇക്വേഷനെ 3 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് ഇവിടെ എന്ത് കിട്ടും, 9x കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടിന്റെയും സിമ്പൽ സെയിം ആയതുകൊണ്ട് അതിനെ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടിന്റെയും നമ്മൾ ഈ സെയിം ആക്കിയതിന് ശേഷം ഉള്ള രണ്ട് നമ്പേഴ്സിന്റെ സിമ്പൽ സെയിം ആണെന്നുണ്ടെങ്കിൽ, അതായത് പ്ലസ് പ്ലസ് അല്ലെങ്കിൽ മൈനസ് മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സബ്ട്രാക്ട് ചെയ്യാണ് വേണ്ടത്. ഇപ്പൊ ഓപ്പോസിറ്റ് സൈൻസ് ആണ് വരുന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ആഡ് ദാറ്റ് പർട്ടിക്കുലർ ടു ലീനിയർ ഇക്വേഷൻസ്. ഓക്കെ, അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്, അതുകൊണ്ട് ഞാൻ അത് തന്നെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്, ഐ ആം ഗോയിങ് ടു മൾട്ടിപ്ലൈ ദ ഫസ്റ്റ് ഇക്വേഷൻ with the number 3. Okay, അപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെ കിട്ടും, 9x - 15y is equal to 12. Okay, അപ്പോൾ taking this as the third equation and മറ്റേ ഇക്വേഷൻ ഞാൻ ഇതിന്റെ തൊട്ട് താഴെയായിട്ട് എഴുതിയാണ്, 2y is equal to 7. അതിനുശേഷം ഇത് ഇങ്ങനെ വരയ്ക്കുക. അതിനുശേഷം ആലോചിക്കുക എന്താണ് ചെയ്യേണ്ടത്, രണ്ടിനും ഒരേ സൈൻ ആണ്. സോ ഐ എം ഗോയിങ് ടു subtract. Okay, അപ്പം equation 3 minus equation number 2. അപ്പോൾ 9x ൽ നിന്ന് 9x പോകുമ്പോഴത്തേക്കും 0, that is we have eliminated the term 9x. Okay, ഇനി -15y minus of 2y. Okay, -15 minus of -2 എന്ന് പറയുമ്പോൾ എത്രയാണ്, -15 plus 2, അതായത് എത്രയാണ്, -13 ആണ് വരുന്നത്. അപ്പോൾ -13y is equal to, ഇനി നമുക്ക് 12 ൽ നിന്നും 7 പോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും, 5 ആണ് കിട്ടുന്നത്. which means y is equal to എത്രയാണ്, -5/13. ഓക്കെ, അപ്പൊ നമുക്ക് y യുടെ വാല്യൂ കിട്ടി. ഇനി we have to find the value of x. അപ്പം ഇതില് ഞാൻ ഇക്വേഷൻ നമ്പർ 1 ഇത് y യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഫ്രം 1. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, 3x - 5 അവിടെ ഉണ്ട് ഇൻറ്റു -5. അപ്പൊ ഞാൻ ഈ മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറി, പ്ലസ് ആയിട്ട് മാറി. 5 × 5 എന്തായിട്ട് മാറി, 25 ആയിട്ട് മാറി. ഓക്കെ, 25 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, ഈസ് ഈക്വൽ ടു എത്രയാണ്, 4 എന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനെ അപ്പുറം കൊണ്ടുപോകണം. അപ്പൊ 3x ഈസ് ഈക്വൽ ടു എന്താണ്, 4 - 25 ഡിവൈഡഡ് ബൈ 13 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, വിച്ച് ഇംപ്ലൈസ്
x is equal to 4 into 13. അപ്പൊ ആലോചിക്കുക 4 into 10 എത്രയാണ് 40 ആണ്. പിന്നെ 4 into 3 എത്രയാണ് 12 ആണ്. അപ്പൊ 12 plus 40 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും 52. ഓക്കെ, അപ്പൊ 52 minus 25. ഓക്കെ, 52 minus 25 കാരണം ഇവിടെ എന്താണ് 1 ആണ്. അപ്പൊ 1 into 25 ഡിവൈഡഡ് ബൈ താഴെ ആരാണ് 1 into 30. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ 3x അങ്ങ് മാറ്റി x ആക്കി. അപ്പൊ എനിക്ക് ഇവിടെ ഉള്ള ഒരു 3 എന്ത് ചെയ്യണം ഇനി താഴെ കൊണ്ടുവരണം. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എക്സിന്റെ വാല്യൂ എത്രയാണ് കിട്ടുന്നത് ഈസ് ഈക്വൽ ടു ഇവിടെ ആലോചിക്കുക 52 minus 25 എന്ന് പറഞ്ഞാൽ എത്രയാണ് 27 ആണ്. when 27 is divided by 3 we get 9. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ ആയിട്ട് ചെയ്യുമ്പോൾ 9 divided by 13 is the value of x. ഓക്കെ, അപ്പൊ എലിമിനേഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. now we are going to the second method, substitution method. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക, അതിൽ ഒരു ടേമിനെ മറ്റൊരു ടേമിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണ് 3x മൈനസ്, അല്ലെങ്കിൽ ഞാൻ സെക്കൻഡ് ഇക്വേഷൻ എടുക്കുകയാണ്, എന്നിട്ട് എക്സിന് പകരം എഴുതിയാണ് ഫ്രം 2 I can write x is equal to എങ്ങനെ എഴുതാൻ പറ്റും, ഇവിടെ ഒരു 7 ഉണ്ട്, അത് അതേപോലെ എഴുതി, ഇവിടുത്തെ -2y അപ്പുറം കൊണ്ടുപോയി എത്രയാണ് +2y all divided by ഇവിടുത്തെ ഒരു 9 ഇവിടെ പോകുമ്പോഴത്തേക്ക് എന്താണ് ഡിവൈഡഡ് ബൈ 9. ഓക്കെ, അപ്പൊ 7 + 2y ഡിവൈഡഡ് ബൈ 9 എന്ന് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷൻ എന്തെന്ന് കൊടുക്കുക, ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട്. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡില്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 ഏതിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ ഇതെടുത്ത ഇക്വേഷനിലല്ല അടുത്ത ഇക്വേഷനിലുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 4 in 1. ഓക്കെ, അപ്പൊ നമുക്ക് 3 into x, അപ്പൊ 3 into, അപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ പറയാം 3 into ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 9 ഉണ്ട്. അപ്പൊ അത് രണ്ടുകൂടെ നമുക്ക് പോകുമ്പോഴത്തേക്കും ഡിനോമിനേറ്ററിൽ ഒരു 3 ആയിട്ട് മാറും. അപ്പൊ ഇങ്ങനെ എഴുതാൻ പറ്റും 7 + 2y ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇനി അടുത്ത് എന്താണ് -5y, അത് അതേപോലെ കൊടുക്കുക -5y is equal to 4. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആണ്. 1 into 7 + 2y എത്രയാണ് 7 + 2y മൈനസ് അതേപോലെ കൊടുക്കുക 3 into 5 എത്രയാണ് -15y. ഇവിടെ നമുക്ക് ഒരു ഡിവൈഡഡ് ബൈ 3 വരും, അതിനെ ഞാൻ അപ്പുറം കൊണ്ടുപോകും, എനിക്ക് 12 എന്നാവും. ഓക്കെ, 4 into 3 is equal to 12. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇവിടെ ആരാണ് കിട്ടുന്നത് 2y -15y is equal to ആരാണ് -13y is equal to 12 minus 7 is equal to എത്രയാണ് 5 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് y is equal to -5/30 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുക y-യുടെ വാല്യൂ. ഇനി ഈ ഒരു വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അത് ഞാൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതാ നോക്കുക 3x മൈനസ്, അപ്പൊ ഞാൻ ഇതാ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഫ്രം 4 x is equal to എത്രയാണ് കിട്ടുന്നത് 7 + 2 into y. അപ്പൊ 2 into y എന്ന് പറയുമ്പോഴത്തേക്കും 2 into -5 is equal to -10 divided by 13 all divided by 9 എന്ന് പറഞ്ഞിട്ട് വരും. അപ്പം is equal to നോക്കുക നമുക്ക് എത്രയാണ് 13 into 7. അപ്പം ആലോചിക്കുക 10 into 7 എത്രയാണ് 70. ഇനി 3 into 7 എത്രയാണ് 21. അപ്പൊ 70 + 21 എത്രയാണ് 91. ഓക്കെ, മൈനസ് എളുപ്പത്തിൽ ചെയ്യാനാണ്, നമ്മളിത് കണക്ക് കൂട്ടി ഇരിക്കേണ്ട കാര്യമില്ല, അതിനുവേണ്ടി എളുപ്പത്തിൽ ചെയ്യണം. ഒന്നുകൂടെ പറയാം 7 into 13. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം 10 into 7 എത്രയാണ് നോക്കണം. 10 into 7 എത്രയാണ് 70. പിന്നെ നമുക്ക് 3 into 7 നോക്കണം, എത്രയാണ് 21. അപ്പൊ ആണെങ്കിൽ നമുക്ക് 70 + 21 എത്രയായിട്ട് 91 മൈനസ് 10 all divided by 13. പിന്നെ നമുക്ക് അതാ ഒരു ഡിനോമിനേറ്ററിൽ 9 ഉണ്ട്, ഇതിനെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് മുകളിലത്തെ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിലായിട്ട് വരും. ഓക്കെ, അപ്പൊ എങ്ങനെ കിട്ടും 91 - 10 is equal to എത്രയാണ് 81. ഓക്കെ, 81 divided by നിങ്ങൾക്ക് അറിയാം 81 നമ്മൾ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുന്നത് 9 ആണ് കിട്ടുന്നത്. സോ ഇവിടെ 9 and divided by 30. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയ എക്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യുക. x is equal to 9/13 and y is equal to -5/13. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലീനിയർ ഇക്വേഷനെ ബൈ എലിമിനേഷൻ മെത്തേഡ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, first equation and x minus y/3 is equal to 3. I'm taking this as the second equation. Okay, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാ ഇവിടെ നോക്കുക, ഏതെങ്കിലും ഒരു ടേമിന് ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് നമുക്ക് സെയിം ആക്കി മാറ്റണം. ഇവിടെ നോക്കുക, എനിക്ക് x ആണ്, ഇവിടെ 1/2x ആണ്. അപ്പോഴത്തേക്കും ഈ ഒരു ഫുൾ ഇക്വേഷൻ എന്താണ്, ഞാൻ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അവിടെ എനിക്ക് ഈക്വൽ ആവും. ഓക്കെ, അപ്പൊ അതിനുശേഷം രണ്ടാമത്തെ ചെക്ക് ചെയ്യുക, ഇവിടെ 2y/3 ഇവിടെ y/3 ആണ്. അപ്പൊ ഞാൻ ഈ ഒരു ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അത് എന്തായിട്ട് മാറും -2y/3 ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഞാൻ ആ രണ്ടാമത്തെ മെത്തേഡാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഐ എം ഗോയിങ് ടു
solve this pair of linear equation by elimination method. For that, first I am going to multiply the equation number 2. Okay, equation number 2 into 2. Okay, appo enikku engane kittum 2x minus 2y by 3 is equal to 6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. I am taking this equation as the third equation. Next എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അതേപോലെ കൊടുക്കുക. x by 2 plus 2y by 3 is equal to എത്ര എന്ന് കിട്ടും? -1 എന്ന് കിട്ടും. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക? വരയിടുക. എന്നിട്ട് നോക്കുക, നമുക്ക് ഇതാ സെയിം ആക്കിയ ടേംസ് ഉണ്ടല്ലോ, സെയിം ആക്കിയ ടേംസിന്റെ കോഎഫിഷ്യന്റ്, ഓക്കെ അല്ല സോറി, സെയിം ആക്കിയ ടേമിന്റെ സൈൻ ശ്രദ്ധിക്കുക. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈൻ ആണ് വന്നിരിക്കുന്നത്. സോ ദാറ്റ് വി ഹാവ് ടു ആഡ് ദിസ് ടു ഇക്വേഷൻസ്. ഓക്കെ, അപ്പൊ ഞാൻ ഇക്വേഷൻ നമ്പർ 3 ഓക്കെ പ്ലസ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പം 2x plus x by 2, അപ്പൊ അതിലേക്ക് 2 plus 1 by 2 into x എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ അത് ക്യാൻസൽ ആയി പോകും. ഇസ് ഈക്വൽ ടു 6 മൈനസ് 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പൊ ഇവിടെ 2 plus 1 by 2 എത്രയാണ്? 5 by 2 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? 2 into 2 is equal to 4. ഇവിടെ 1 into 1 എത്രയാണ്? 1. അപ്പൊ 4 plus 1 is equal to 5. ഡിനോമിനേറ്റർ 1 into 2 is equal to 2. x is equal to 5 എന്ന് കിട്ടും. which implies ഇവിടുത്തെ 5 ഇവിടുത്തെ 5 ക്യാൻസൽ ആയി പോകാൻ x is equal to 2. ഓക്കെ, അപ്പൊ x ന്റെ വാല്യൂ 2 കിട്ടി. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ഫ്രം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ കിട്ടും? 2 മൈനസ് y by 3 is equal to 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ 2 into 3 is equal to എത്രയാണ്? 6 minus y divided by 3 is equal to 3, which implies 6 minus y is equal to 9, which implies minus y is equal to 9 minus 6 is equal to 3, which implies y is equal to -3. So I have solved the linear equation, the pair of linear equation by elimination method and got the value of x as 2 and the value of y as -3. Okay, ഇനി നമ്മൾ രണ്ടാമത് ചെയ്യാൻ പോകുന്ന മെത്തേഡ് ആണ് substitution method. Okay, substitution method. നെക്സ്റ്റ് എന്ന് പറയുന്നത് അങ്ങനെ എടുക്കുമ്പോ, അപ്പോ ഏതെങ്കിലും ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും ഒരു ടേമിനെ മറ്റൊരു ടേമിൽ എക്സ്പ്രസ് ചെയ്യണം. അപ്പം എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പം കുറച്ച് കാണുമ്പോൾ നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് തോന്നുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് വേണം ഒരു വേരിയബിളിനെ മറ്റൊരു വേരിയബിളിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ. അതാവുമ്പോൾ നമുക്ക് സിംപ്ലർ ആയിട്ടുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ചെയ്യാൻ എളുപ്പമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. രണ്ട് രീതിയിലും ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യാനുള്ള രീതി ഇതാണ്. അപ്പൊ അതായത് ഇതിൽ കാണുമ്പോൾ തന്നെ കോഎഫിഷ്യൻസ് കുറച്ച് ഹെവി ആയിട്ടുള്ളത് ആർക്കാണ്? അതായത് ഫസ്റ്റ് ഇക്വേഷൻ ആണ്. അപ്പൊ x by 2 plus 2y by 3 is equal to -1. അതിൽ നിന്നാണ് ഞാൻ എക്സിനെ എടുക്കുന്നത്. അപ്പൊ ഫ്രം 1 ഐ എം ടേക്കിംഗ് x is equal to, ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ ഓൾറെഡി എന്തുണ്ട്? ഒരു -1 ഉണ്ട്. ആൻഡ് ഈ ഒരു 2y by 3 അപ്പുറം പോകുമ്പോഴത്തേക്കും എന്തായിട്ട് മാറും? -2y by 3 ആയിട്ട് മാറും. ഓക്കെ, all divided by, ഇവിടെ നമുക്ക് ആരുണ്ട്? എക്സിന്റെ കൂടെ 1/2 ഉണ്ട്. അതങ്ങ് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ എന്താണ്? 2/1 എന്നായിട്ട് മാറും. അപ്പോഴത്തെ നമുക്ക് ഇവിടുത്തെ ഫ്രാക്ഷൻ മാറ്റാം into 2 എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പൊ ഇതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് x is equal to -2 minus 4/3 എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഞാൻ എന്താന്ന് കൊടുക്കുകയാണ്? ഫോർത്ത് ഇക്വേഷൻ എന്നാണ് കൊടുക്കുന്നത്. ആൻഡ് ഇനി ഞാൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. x minus y by 3 is equal to 4. ഓക്കെ, അപ്പം substituting 4 in 2 രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോഴത്തെ നമുക്ക് എങ്ങനെ കിട്ടും? -2 minus 4y by 3 minus y by 3 is equal to 3 എന്നുള്ള രീതിയിൽ കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -2 ഞാൻ അങ്ങ് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എനിക്ക് +2 ആയിട്ട് മാറും. ഇനി ഇവിടെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് നേരിട്ട് ചെയ്യാം. -4 minus y എന്ന് പറഞ്ഞാൽ -5 divided by 3 is equal to, ഇത് പോകുമ്പോഴത്തേക്കാണ് 5. അപ്പൊ ഇവിടുത്തെ രണ്ട് സൈഡിലെയും 5 ക്യാൻസൽ ആയി -y is equal to 3 എന്ന് കിട്ടും, which implies y is equal to 3. അപ്പൊ എനിക്ക് y is equal to -3. അപ്പൊ y യുടെ വാല്യൂ -3 ആണ് കിട്ടിയത്. ഇവിടെ എനിക്ക് y യുടെ വാല്യൂ എത്രയാണ്? -3 ആണ് കിട്ടിയത്. അപ്പൊ നമ്മൾ ഫ്രം 4 x ന്റെ വാല്യൂ എങ്ങനെയാണ് തന്നിരിക്കുന്നത്? -2 minus 4y by 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, x is equal to -2 minus 4. ഓക്കെ, 4 അതേപോലെ കൊടുത്തു. അപ്പൊ yക്ക് പകരം ആരാണ്? -3 ആണ്. അപ്പം രണ്ട് മൈനസ് കൊണ്ട് ചേരുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. നമുക്കൊരു *3/3 എന്നുള്ള രീതിയിൽ വരും. അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയിപ്പോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? -2 + 4 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു എത്രയാണ്?
2. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് എക്സിന്റെ വാല്യൂ ആയിട്ട് ഇവിടെ കിട്ടിയത്. x is equal to 2, x is equal to 2. അതേപോലെ y is equal to -3 and y is equal to -3. Okay, when done by the two methods. Okay. So we are moving to our next set of questions. Word problems ആണ്. അപ്പൊ ശ്രദ്ധിക്കുക. If we add 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. Okay, അപ്പോൾ ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ ഞാൻ 1 കൂട്ടുകയും ഡിനോമിനേറ്ററിൽ നിന്ന് 1 കുറയ്ക്കുകയും ആ ഫ്രാക്ഷൻ എത്രയായിട്ട് മാറും എന്നാണ് പറയുന്നത്? 1 ആയിട്ട് മാറും എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ സെക്കൻഡ് കണ്ടീഷൻ നോക്കുക. ഇറ്റ് ബിക്കംസ് 1/2 if we only add 1 to the denominator. ഓക്കെ, ആ ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വേർഡ് പ്രോബ്ലം ആണ്. അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ വേരിയബിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യണം. സോ ഐ ആം ടേക്കിംഗ് 2 വേരിയബിൾസ് x ആൻഡ് y such that let x എന്ന് പറയുന്ന ആരാണ്? ന്യൂമറേറ്റർ. ഓക്കെ, x is the numerator and y be the denominator of the particular fraction. Okay, denominator. Next, അപ്പൊ നോക്കുക, നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? x/y എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് കണ്ടീഷൻ, ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് തന്നിരിക്കുന്നത്? if we add 1 to the numerator, okay, and subtract 1 from the denominator, okay, is equal to എത്രയാണെന്ന് പറയുന്നത്? 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ. അതേപോലെ നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്? നമുക്ക് x/y എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ എടുക്കാം. പറയുന്നു it becomes 1/2. ഇത് എത്രയായിട്ട് മാറുന്നു? 1/2 ആയിട്ട് മാറുന്നു. if we only add 1 to the denominator. ഡിനോമിനേറ്ററിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ വരും? x/y plus 1 is equal to 1 വരും. അപ്പൊ നമുക്ക് ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പൊ ആദ്യം ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x plus 1 is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു y minus 1 എന്ന് എടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേരിയബിൾസിനെല്ലാം ഒരു സൈഡിലാക്കുക. x minus y is equal to -1. ഇവിടുത്തെ -1 കൂടെ ചെയ്യുമ്പോഴത്തേക്ക് -2. ഓക്കെ, ഐ എം ടേക്കിംഗ് ദിസ് ഇക്വേഷൻ ആസ് ദി ഫസ്റ്റ് ഇക്വേഷൻ. ആൻഡ് ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 2x is equal to y plus 1 എന്ന് എഴുതാൻ പറ്റും. That means 2x minus y is equal to 1. This is the second linear equation. Okay, അപ്പോൾ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻ കിട്ടി. ഇനി ഇതിനെ രണ്ടിനെയും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഓൾറെഡി കോഎഫിഷ്യന്റ് സെയിം ആയിട്ടുള്ള രണ്ട് ടേംസ് ഇതിന്റെ അകത്തുണ്ട്. ആരാണ്? -y. So I am going to subtract one equation from the other equation. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിന് ചെയ്യാൻ വേണ്ടി ഞാൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനെ സബ്ട്രാക്ട് ചെയ്യാണ്. ഏത് എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ x minus y is equal to -2. അപ്പം 2x ൽ നിന്ന് x പോകുമ്പോൾ എത്ര കിട്ടും? x ആണ് കിട്ടുന്നത്. -y ൽ നിന്നും -y പോകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 0 ആണ് കിട്ടുന്നത്. 1 ൽ നിന്നും -2 പോകുന്നത് 1 minus -2 is equal to എത്രയാണ്? 1 plus 2 is equal to 3. That is x ന്റെ വാല്യൂ നമുക്ക് 3 കിട്ടി. ഇനി ഞാൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക from 1. ഓക്കെ, ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എനിക്ക് എങ്ങനെ കിട്ടും? 3 minus y is equal to -2. അപ്പൊ എനിക്ക് -y is equal to -2 minus 3 is equal to -5, which means y is equal to 5. അതായത് നമുക്ക് required fraction ഏതാണ്? is equal to x/y is equal to എത്രയാണ്? x എന്ന് പറയുന്നത് 3 ഉം y എന്ന് പറഞ്ഞാൽ 5. സോ 3/5 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ കൂടെ അതിന്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ന്യൂമറേറ്ററിൽ 1ഉം ഡിനോമിനേറ്ററിൽ നിന്ന് 1ഉം കുറച്ചപ്പോൾ അത് എന്തായിട്ട് മാറി? 1 ആയിട്ട് മാറി. അതേപോലെ ഡിനോമിനേറ്ററിൽ നിന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? 1 ആഡ് ചെയ്ത് കൊടുത്താൽ അത് എന്തായിട്ട് മാറി? 1/2 ആയിട്ട് മാറി. ഓക്കെ, സോ അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് 5 years ago, Noori was thrice as old as Sonu, and 10 years later, Noori will be twice as old as Sonu. How old are Noori and Sonu? Okay, അപ്പോഴത്തേക്ക് രണ്ടുപേരെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏജിന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടേബിൾ ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ നോക്കാം ആരൊക്കെയാണ് നമുക്ക്? രണ്ട് പേരാണുള്ളത്. ഓക്കെ, ആൻഡ് സോനു. ഓക്കെ, അപ്പൊ നോക്കാം. ഇനി നമുക്ക് ഏതൊക്കെ കണ്ടീഷൻസ് വന്നിട്ടുണ്ട്? 10 വർഷങ്ങൾക്ക് ശേഷമുള്ളതും 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതെല്ലാം പറയണമെങ്കിൽ we have to specify their present age. ഓക്കെ, അപ്പൊ പ്രസന്റ് ഏജ് ആദ്യം പറയും. അപ്പൊ പ്രസന്റ് ഏജ് ഞാൻ നൂറിയുടേത് x എന്നും സോനുവിൻ്റെത് എന്തായിട്ട് എടുക്കുകയാണ്? y എന്ന് എടുക്കുകയാണ്. നമുക്ക് ഇനി എന്തൊക്കെയാണ് ബിഫോർ ആൻഡ് ആഫ്റ്റർ കേസസ് നോക്കണം. അപ്പൊ ബിഫോർ എത്രയാണ്? 5 years. ഓക്കെ, ആൻഡ് ആഫ്റ്റർ കേസ് നോക്കുക. ആഫ്റ്റർ എത്രയാണ് പറയുന്നത്?
10 years ആണ്. അപ്പൊ ഇവരുടെ വയസ്സുകൾ എങ്ങനെയായിരിക്കും നോക്കുക. 5 വർഷങ്ങൾക്ക് മുന്നേ ആണെന്നുണ്ടെങ്കിൽ നൂറിന്റെ വയസ്സ് x-5 ആൻഡ് സോനുവിന്റെ വയസ്സ് എത്രയാണ് y-5. ഓക്കെ, 10 വർഷങ്ങൾക്ക് ശേഷം x+10, ഇത് എത്രയാണ് y+10. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കണ്ടീഷൻ. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, 5 years ago. അപ്പൊ ഇതാണ് നോക്കുന്നത്, 5 വർഷങ്ങൾക്ക് മുന്നേ നൂറയുടെ വയസ്സ് എന്ന് പറയുന്നത് സോനുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ഓക്കെ, നൂറി വാസ് thrice as old as സോനു. ഓക്കെ, അപ്പൊ എങ്ങനെ എഴുതാം, x-5 ഫസ്റ്റ് കണ്ടീഷൻ ആണ്, is equal to 3 into y-5. ഓക്കെ, ഫസ്റ്റ് കണ്ടീഷൻ. അപ്പൊ ഇതിനെ എനിക്ക് മാറ്റി എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റും, x-5 is equal to 3y-15. അങ്ങനെയാണെങ്കിൽ x-3y is equal to -15. ഇവിടുത്തെ ഒരു -5 അപ്പുറം പോകുമ്പോൾ +5 ആയിട്ട് മാറും, which means -10. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. സെക്കൻഡ് കണ്ടീഷൻ എന്താണ് പറയുന്നത്, 10 years later, 10 വർഷങ്ങൾക്ക് ശേഷം നൂറി വിൽ ബി ട്വൈസ് ആസ് ഓൾഡ് ആസ് സോനു. സോനുവിന്റെ വയസ്സിന്റെ 2 മടങ്ങായിരിക്കും. 10 വർഷങ്ങൾക്ക് ശേഷമുള്ള നൂറിന്റെ വയസ്സ് എത്രയാണ്, x+10. ഓക്കെ, ഈസ് ഈക്വൽ ടു, ആ സമയത്ത് സോനുവിന്റെ വയസ്സ് എത്രയാണ്, y+10. അപ്പൊ അതിന്റെ 2 മടങ്ങ്. ഓക്കെ, പറ്റും, ട്വൈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇങ്ങനെ എഴുതാൻ പറ്റും, x+10 is equal to 2y+10 എന്ന് എഴുതാൻ പറ്റും. ദാറ്റ് മീൻസ് എനിക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ x+10 is equal to 2y+20 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് x-2y is equal to 20 - 10 is equal to എത്രയാണ്, 10. ഓക്കെ, സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. അപ്പൊ ഞാൻ ഈ രണ്ട് ഇക്വേഷന്റെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം, എക്സിന്റെ കോഎഫിഷ്യന്റും ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റും സെയിം ആണ്. So I am going to subtract the second equation from the first equation, 2 - 1. അപ്പൊ അതൊന്ന് എടുത്ത് എഴുതിയാണ്, x-2y is equal to 10. ഓക്കെ, അതേപോലെ നമുക്ക് എന്താണ്, x-3y is equal to -10 എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ രണ്ടും സെയിം സിമ്പിൾ ആയതുകൊണ്ട് we are going to subtract one equation from the other equation. അപ്പൊ എങ്ങനെയാണ്, x - x is equal to 0, -2y minus of -3y എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര കിട്ടും നമുക്ക്, -2y plus 3y എന്ന് കിട്ടും, which means y is equal to 10 minus of -10 is equal to 20. അതായത് y, അതായത് സോനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്, 20 വയസ്സാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടീഷനിൽ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇതിൽ നിന്ന് ഞാൻ എഴുതിയാണ്, x is equal to എങ്ങനെയാണ്, 10 plus 2y എന്ന് പറഞ്ഞിട്ട് എഴുതാണ്, is equal to 10 plus 2 into y, അതായത് 20 into 2 is equal to എത്രയാണ്, 40. ഓക്കെ, അപ്പോഴത്തേക്കും 10 plus 40 is equal to 50. അതായത് നൂറിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്, 50 വയസ്സും സോനുവിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്, 20 വയസ്സുമാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. So this is our third question. The sum of the digits of a 2-digit number is 9. Okay, ഒരു 2-digit നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 9 എന്നാണ് പറയുന്നത്. ആൻഡ് ഓൾസോ 9 times this number, ഈ ഒരു നമ്പറിന്റെ 9 മടങ്ങ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്, ഈസ് ട്വൈസ് the number obtained by reversing the order of the digits. ഈ തന്നിട്ടുള്ള നമ്പറിന്റെ ഡിജിറ്റ്സ് ഓർഡർ ചെയ്യുക, ഡിജിറ്റ്സിനെ എന്ത് ചെയ്യുക, റിവേഴ്സ് ഓർഡറിൽ എഴുതുക. ആ റിവേഴ്സ് ഓർഡറിൽ എഴുതിയ നമ്പറിന്റെ 2 മടങ്ങായിരിക്കും നമ്മുടെ ഈ നമ്പറിന്റെ 9 മടങ്ങ് എന്നാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പൊ 2-digit നമ്പർ ആണ്. അപ്പൊ നമുക്ക് ആ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല. അപ്പൊ നമ്മൾ അൺനോൺ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിനെ വേരിയബിൾസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുക. ഐ എം ടേക്കിംഗ് ദ വേരിയബിൾസ് x and y such that x is the digit at the tens place. Okay, and y be the digit at the ones place. Okay, അപ്പോൾ tens place ലുള്ള ഡിജിറ്റ് x ഉം ones place ലുള്ളത് y ഉം ആണെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ നമ്പറിനെ എനിക്ക് എഴുതാൻ പറ്റുന്ന രീതി എങ്ങനെയാണ്, 10x + y. നമ്മൾ കൊച്ചു ക്ലാസ്സിലേക്ക് നമ്പേഴ്സിന്റെ എക്സ്പാൻഷൻ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അതിന്റെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ ഡിജിറ്റ്സ് വരുമ്പോൾ ആ നമ്പർ എങ്ങനെയാണ്, 10y + x ഈ രീതിയിലാണ് ആവുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, the sum of the digits of the 2-digit number is 9. Okay, അപ്പൊ sum of the digits എന്ന് പറയുന്നത് 9 ആണെന്നുണ്ടെങ്കിൽ ഡിജിറ്റ്സ് എന്ന് പറഞ്ഞാൽ x ഉം y ഉം ആണ്. That means x plus y, or first condition x plus y is equal to 9. Okay, I am taking this equation as equation number 1. And the second condition എന്താണ്, 9 times this number. ഈ ഒരു നമ്പറിന്റെ 9 times, അതായത് ഏത് നമ്പറാണ്, 10x plus y യുടെ 9 times എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്, twice the number in the reverse order of digits. Okay, അപ്പോൾ 10y plus x ന്റെ
ഡബിളിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെ നോക്കുക 9 into 10x plus y is equal to 2 into 10y plus x. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്യുന്നു. 9 into 10 90x, 9 into y 9y, 2 into 10 is equal to 20y, 2 into x is equal to 2x. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, 90x ൽ നിന്നും 2x കുറയ്ക്കുമ്പോൾ 88x ആണ്, ആൻഡ് 20y ൽ നിന്നും 9y കുറയ്ക്കുമ്പോൾ എത്രയാണ്, 11y ആണ്. രണ്ട് സൈഡിലും നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 11 കൊണ്ട് ഡിവിസിബിൾ ആണ്. സോ 8x is equal to y. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നിന്നും 8x minus y is equal to 0, and this is the second linear equation. അപ്പോൾ when comparing these two equations, x ന്റെ coefficient, sorry, y യുടെ coefficient സെയിം ആയിട്ടാണ് വന്നത്, and our symbol റിവേഴ്സ് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ we have to add these two equations. ഈ രണ്ട് ഇക്വേഷൻസ് ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 9x, അതായത് x plus 8x is equal to 9x is equal to 9 plus 0 is equal to 9 എന്ന് കിട്ടും, which means x is equal to 1. ഓക്കെ, അതായത് നമ്മുടെ ടെൻസ് പ്ലേസിലുള്ള നമ്പർ ഡിജിറ്റ് ഏതാണ്, 1 ആണ്. ആൻഡ് നമുക്ക് തന്നെ ഒന്നാമത്തെ ഇക്വേഷനിൽ x plus y is equal to 9 എന്ന് പറയുന്ന ഇക്വേഷനിൽ x ന്റെ വാല്യൂ 1 കൊടുത്താൽ എനിക്ക് y യുടെ വാല്യൂ എത്ര കിട്ടും, 9 minus 1 is equal to 8 എന്നാണ് കിട്ടുന്നത്, which means the digit at the ones place is 8. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഏതാണ്, 18 എന്ന് പറയുന്ന നമ്പർ ആയിരിക്കും. റിവേഴ്സ് ഓർഡറിൽ എഴുതുമ്പോൾ നമുക്ക് 81 എന്ന് പറയുന്ന നമ്പറും ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, so this is our second last question. Meena went to a bank to withdraw rupees 2000. Okay, അപ്പോൾ മീന ഒരു ബാങ്കിൽ പോയിട്ട് 2000 രൂപ വിഡ്രോ ചെയ്യാൻ പോയതാണ്. ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ടു ഗിവ് rupees 50 and rupees 100 നോട്ട്സ് only. അതായത് 50 രൂപയുടെയും 100 രൂപയുടെ നോട്ടുകൾ മാത്രം തന്നാൽ മതി എന്നാണ് മീന കാഷ്യറോട് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അവൾക്ക് മൊത്തത്തിൽ 80 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടും കൂടെ ചേർത്ത് മൊത്തം 25 നോട്ടുകളാണ് കിട്ടുന്നത്. നോട്ടിന്റെ എണ്ണമാണ് 25 എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള തുകയാണ് 2000 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫൈൻഡ് ഹൗ മെനി നോട്ട്സ് ഓഫ് rupees 50 and rupees 100 she received. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ 50 രൂപയുടെ എത്ര നോട്ടുകളുണ്ട്, 100 രൂപയുടെ എത്ര നോട്ടുകളുണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്, x and y, അതായത് 50 രൂപ നോട്ടുകളുടെ എണ്ണം, അതേപോലെ 100 രൂപ നോട്ടുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഐ എം ടേക്കിംഗ് ലെറ്റ് x എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് 50 rupee നോട്ട്സ്. ഓക്കെ, നെക്സ്റ്റ് y എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് 100 rupee നോട്ട്സ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എടുക്കുക. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എന്താണ്, മൊത്തം എത്ര രൂപയ്ക്കാണ്, 2000. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 രൂപയുടെ 100 രൂപയുടെ നോട്ടുകൾ, അവൾക്ക് മൊത്തം എത്ര നോട്ട് കിട്ടി, 25 നോട്ട്. അതായത് ഇത് നോട്ടുകളുടെ എണ്ണമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ x plus y എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25. അതായത് 50 രൂപ നോട്ടുകളുടെ എണ്ണവും 100 രൂപ നോട്ടുകളുടെ എണ്ണവും കൂടെ ചേർന്നാൽ എത്രയാവും, 25 നോട്ടുകളാണ് അവളുടെ കയ്യിൽ മൊത്തം ഉള്ളത്. അതേപോലെ പറയുന്നു മൊത്തം 2000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ 50 രൂപയുടെ x നോട്ടുകളുണ്ട് ആണല്ലോ, അതേപോലെ 100 രൂപയുടെ y നോട്ടുകളുണ്ട്. ഇത്രയും കൂടെ ചേരുമ്പോൾ ആയിരിക്കുമല്ലോ 2000 ആയത്. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഈ ഒരു രണ്ടാമത്തെ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. ഓൾ ഇക്വേഷനെ ഞാൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, x plus 100 divided by 50 is equal to 2y, 2000 divided by 50, okay, is equal to എത്ര കിട്ടും, 40 ആണ് കിട്ടുന്നത്. സോ ഐ എം ടേക്കിംഗ് ദിസ് ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അപ്പൊ എനിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി. വെൻ ഐ കമ്പയർ ദീസ് ടു ഇക്വേഷൻസ്, ഒരേ കോഎഫിഷ്യന്റ് ഉള്ള രണ്ട് വേരിയബിൾസ് എനിക്കുണ്ട്, എക്സ്. അപ്പൊ ഞാൻ രണ്ടിനെ ഇവിടെ എന്ത് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഇക്വേഷൻ 2ൽ നിന്ന് ഇക്വേഷൻ 1നെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ x minus x is equal to 0, 2y minus y is equal to y is equal to 40 minus 25. അപ്പൊ 40 നിന്ന് 20 പോകുമ്പോഴത്തേക്കും 20 ഒരു 5 കൂടെ പോകുമ്പോഴത്തേക്കും ബാക്കി എത്രയാണ്, 15. ഓക്കെ, അപ്പൊ y is equal to 15. ദാറ്റ് മീൻസ് 100 റുപ്പീസിന്റെ എത്ര നോട്ട്സ് ആണുള്ളത്, 15 നോട്ട്സ് ആണ് ഉള്ളത്. ഓക്കെ, ഇനിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പൊ x plus y is equal to 25 എന്നാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 25 y എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 25 മൈനസ് എക്സ്. ഓക്കെ, അപ്പൊ 25 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 10. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, 10 50 രൂപ നോട്ടുകളും 15 100 രൂപ നോട്ടുകളുമായിട്ടാണ് മീനയ്ക്ക് കാഷ്യർ കൊടുത്തത്. മൊത്തം 2000 രൂപ. ഓക്കെ,
So this is the last question of our exercise 3.4. Question എങ്ങനെയാണ്? A lending library has a fixed charge for the first 3 days and an additional charge for each day thereafter. അതായത് ഒരു ബുക്ക് എന്താണ് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വായിക്കത്തക്ക രീതിയിൽ ലെൻഡ് ചെയ്യുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറി 3 ദിവസത്തേക്ക് ഒരു ഫിക്സഡ് ചാർജ്, ഓക്കെ, 3 ദിവസത്തേക്കാണ് നമ്മൾ കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് ചാർജ് വയ്ക്കും. അത് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കുന്ന ഓരോ ദിവസത്തിനും അഡീഷണൽ ചാർജ് ആണ് ഈടാക്കുന്നത്. അങ്ങനെയുള്ള രീതി. അപ്പൊ സരിത എന്ന് പറയുന്ന പെൺകുട്ടി 27 രൂപയാണ് കൊടുത്തത് ഒരു ബുക്കിന്. അവൾ ആ ബുക്ക് 7 ദിവസമാണ് കൈവശം വെച്ചിരുന്നത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂസി 21 രൂപയാണ് പേ ചെയ്തത്. അവൾ ആ ബുക്ക് സൂക്ഷിച്ചിരുന്ന എത്ര ദിവസമാണ്? 5 ദിവസമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ഫിക്സഡ് ചാർജ് പിന്നെ അഡീഷണൽ ചാർജ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് അറിഞ്ഞൂടാത്ത ഏതൊക്കെയാണ് ഫിക്സഡ് ചാർജും അഡീഷണൽ ചാർജ്. ഓക്കെ. അപ്പൊ ഞാൻ എക്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് ഫോർ 3 days എന്നും വൈ എന്ന് പറയുന്ന അഡീഷണൽ ചാർജ് thereafter ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? സരിത പെയ്ഡ് ₹27. ഓക്കെ. 27 രൂപയാണ് സരിത കൊടുത്തത്. അപ്പൊ എത്ര ദിവസമാണ് വെച്ചിരുന്നത്? 7 ദിവസമാണ് വെച്ചത്. അപ്പൊ നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച് ആദ്യത്തെ 3 ദിവസം എത്ര രൂപയാണ്? ഫിക്സഡ് രൂപയാണ്. അപ്പൊ ആദ്യത്തെ 3 ദിവസത്തെ വില ഈ ഫിക്സഡ് ചാർജ് ഞാൻ ഇവിടെ ഇൻസേർട്ട് ചെയ്തത് മതി, തീർന്നു. ഇനി അടുത്തത് ഓരോ ദിവസത്തെയും വിലയാണ് നമ്മൾ ബൈ അഡീഷണൽ ചാർജ് ഇടുക. അപ്പൊ ഇനി ബാക്കി എത്ര ദിവസമാണുള്ളത്? 4 ദിവസം. കാരണം മൊത്തം 7 ദിവസത്തില് 3 ദിവസത്തെ ചാർജ് നമ്മുടെ ഫിക്സഡ് ചാർജിന്റെ കൂടെ പോയി. ബാക്കിയുള്ള 4 ദിവസത്തേക്കാണ് അഡീഷണൽ ചാർജ് സരിത കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ x+4y = 27 എന്ന് എനിക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് സൂസിയുടെ കേസിൽ എങ്ങനെയാണ്? ഫിക്സഡ് ചാർജ് 3 ദിവസത്തേക്ക്. ബാക്കി എത്ര ദിവസം ഉണ്ട്? മൊത്തം 5 ദിവസത്തിൽ ഫിക്സഡ് ചാർജിൽ ഉൾപ്പെടുന്ന 3 ദിവസം കഴിഞ്ഞാൽ ബാക്കി 2 ദിവസം. ഓക്കെ. അപ്പൊ x+2y = 21. അപ്പൊ these two are the pair of linear equations I got from this word problem. ഓക്കെ. അപ്പൊ നോക്കുക, ഇതാണ് എനിക്ക് ഒരേപോലുള്ള കോഎഫിഷ്യൻസ് ഉള്ള വേരിയബിൾസ് കിട്ടി. ഏതൊക്കെയാണ്? എക്സും. അപ്പം രണ്ടും സൈൻ സെയിം ആയതുകൊണ്ട് ഐ എം ഗോയിങ് ടു സബ്ട്രാക്ട് വൺ ഫ്രം അനദർ. അപ്പൊ കുറച്ച് വലിയ കോഎഫിഷ്യൻസ് ഉള്ളതിൽ നിന്നും ചെറുതിനെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ലാതെ ചെയ്താലും കുഴപ്പമില്ല. നമ്മുടെ സൈൻ കൺവെൻഷൻ റൂള് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. ഓക്കെ. അപ്പൊ x - x = 0, 4y - 2y = 2y, 27 - 21 = 6. That means y = 3. അതായത് അഡീഷണൽ ചാർജ് പെർ ഡേ ഓരോ ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്താ അഡീഷണൽ ആയിട്ട് വാങ്ങിക്കുന്നത് എത്ര രൂപയാണ്? 3 രൂപയാണ്. ഇനി ഫിക്സഡ് ചാർജ് നമുക്ക് കണക്കാക്കണം. ഞാൻ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നും x+2y = 21. അങ്ങനെയാണെങ്കിൽ x = 21 - 2y, 21 - 2 × y, അതായത് 2 × 3 = 6, 21 - 6 = എത്രയാണ്? 15. അതായത് ഒരു ബുക്ക് നമ്മൾ എടുത്താൽ നമ്മൾ 3 ദിവസത്തേക്ക് കൊടുക്കേണ്ട ഫിക്സഡ് ചാർജ് എത്രയാണ്? 15 രൂപയും. പിന്നെ അതിനുശേഷം നമ്മൾ എത്ര ദിവസം കൈവശം വെച്ചിരിക്കുന്നു ആ ഓരോ ദിവസങ്ങൾക്കും നമ്മൾക്ക് 3 രൂപയുമാണ് നമ്മളിൽ നിന്നും ഈടാക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 3.4 എന്ന് പറയുന്ന എക്സസൈസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ.